ബ്രേക്ക് കുറച്ചൊരു മറ്റേ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ചവിട്ടരുണ്ട്. ഇപ്പൊ സർവീസ് ചെയ്തല്ലേ? സിറ്റി അതായിപ്പോ ഇതില് കുടുങ്ങിണ്ടാവില്ലേ? ഞാൻ അടുത്ത റീലിട് അല്ല നിയമം തെറ്റിക്കുന്ന മൂല്യർ സിറ്റി റൈഡ് സ്പോർട്സ് റൈഡ് ആകുമ്പോ അല്ല ഇപ്പൊ നല്ലൊരു ഓടിക്കുമ്പോ മനസ്സിലാവുള്ളൂ. ഞാനെപ്പോഴും ഇതിലാ പോലെ എക്വലി, പക്ഷെ ആന അധികവും സിറ്റിയിലാവണേ. പക്ഷെ സിറ്റിയില് മാറ്റം കേട്ടോ, ചെറിയൊരു പവറും മാറ്റണേ ഞാൻ എനിക്ക് ഫീൽ ചെയ്തു. സിറ്റിയിലോ സ്പോർട്സിൽ ഇടയില്ലല്ലോ. മൈലേജ് ചിലപ്പോ മൈലേജ് ഷോർട്ടിലേക്ക് പോകും. ശരിക്കും സിറ്റി ലൈഫ് എന്ന് പറയുമ്പോ കുറച്ചൊരു സ്ലോ ആയിട്ടല്ലേ വണ്ടി പോവുള്ളൂ. അങ്ങനെയാണോ മീൻ ചെയ്യണേ? വണ്ടി കുറച്ച് പവർ ഉണ്ട്. മൈലേജ് മറ്റേനല്ലേ എക്കോല്? എക്കോലിട്ടോ എക്കോലിന്റെ വലിയ കുറവുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണ് പോഡ്കാസ്റ്റ് ആയിട്ട് തുടങ്ങിയത്. നമ്മൾ മണീനെ കുറിച്ചല്ല പറഞ്ഞത്. ഇവിടെ എത്തിയിട്ടൊന്നുമില്ല, പക്ഷെ 25 മിനിറ്റ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ അത്രത്തോളം. പക്ഷെ വേറെ ഒന്നുണ്ട്, വണ്ടി ഡ്രൈവിംഗ് വ്യൂവും പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു അറിവ്. നമ്മൾ അറിവ് പകരാനായിരുന്നല്ല പറയണത്. എന്നാലും കുറേ നമ്മളെ കുറേ മിസ്റ്റേക്കുകളെ ഓരോരുത്തരോരോ മിസ്റ്റേക്ക് ആയിരിക്കുമല്ലോ. ശരിക്കും ഈ ബുക്കൊക്കെ വായിക്കണതിനെ പറ്റി പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ചിലവര് പറയില്ലേ, ഇന്നത്തെ കാലത്തൊന്നും ബുക്ക് വായിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ആ കാലം കഴിഞ്ഞെന്നുള്ള. പക്ഷെ എല്ലാരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഒരാള് ബുക്ക് ചെയ്തപ്പോഴാ അയാള് ലൈഫ് ടൈമിന്റെ ലാസ്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയതിനു ശേഷമല്ലേ. അപ്പൊ അയാളൊരു ലൈഫ് എക്സ്പീരിയൻസ് അതിലുണ്ടാവൂലേ. നമ്മൾക്ക് ഏതായാലും ആ ജീവിതം ജീവിക്കുമ്പോഴത്തേനും പക്ഷെ നമുക്ക് ഒരാഴ്ച ഇരുന്ന് അല്ലെങ്കിൽ 2 ആഴ്ച ഇരുന്ന് ആ ബുക്ക് തീർക്കാം. അത്ര എക്സ്പീരിയൻസ് ആ ബുക്ക് കൂടെ കിട്ടല്ലേ. അതേപോലെ ഓരോരുത്തരെ ടോക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താ ഒരാളെ നിന്ന് കിട്ടുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ വിചാരിക്കാത്ത ആളെ നിൽക്കല ചിലപ്പോ. ഇപ്പൊ പൈസന്റെ കാര്യം ഞാൻ ഒന്ന് വിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം പൊതുവെ ഇങ്ങനെ പറയണ്ടല്ലോ, മണി സ്പെൻഡ് ചെയ്യുമ്പോള് അത് വീണതാണ് ഇന്ന്, അത് വെള്ളം അടിച്ച് അതല്ല മരത്തിന്റെ കൊമ്പൊക്കെ വീണെടുക്കണ്ടല്ലോ. അത് മണി സ്പെൻഡ് ചെയ്യണ ഒരു രീതിയാണ്. മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ആരോഗ്യം കേട്ടില്ലേ? അതെ, സ്പെൻഡിങ്ങില്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് 50-30-20 അങ്ങനെ ഒരു റൂള് ഫോളോ ചെയ്താലേ കുറെയൊക്കെ അടിപൊളിയായിക്കാരം. അതായത് നമ്മളെ ശമ്പളത്തിന്റെ 50% നമ്മൾ സ്പെൻഡ് ചെയ്യുക നമ്മളെ കാര്യങ്ങൾക്കും എല്ലാ ചെലവുകള്, മാസത്തെ ചെലവ്, അതായത് എസെൻഷ്യൽ ചെലവുകള്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള നമുക്ക് എല്ലാ മാസവും ഉണ്ടാവണേ. അതെ, ബില്ല് കാര്യങ്ങൾ മറ്റേ. പിന്നെ 30 എന്റർടൈൻമെന്റ് ആണ് പറയുന്നത്. അതായത് ട്രിപ്പ് പോവുക അല്ലെങ്കിൽ എന്ത്. അതെ, അതാകുമ്പോ കുറച്ച് എക്സ്പെൻസ് ആണല്ലോ. ഫുഡ് എന്നുള്ള അപ്പുറത്തേക്ക് പോയില്ല അത്.
അപ്പോൾ അതൊക്കെ ഒരു ഈ 30 പെടുത്തുക, പിന്നെ 20 സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആ രീതിയിലേക്കല്ലേ പോണേ? അതെ, കറക്റ്റ് സേവിങ് ഏത് നിൽക്കാലും ഒരേ തന്നെ ചെയ്യണമെന്നില്ല. ഡെപ്റ്റായിട്ടും ഇക്വിറ്റി ആയിട്ടൊക്കെ ചെയ്യല്ലോ, മ്യൂച്വൽ ഫണ്ടായിട്ടും. അതായത് നമ്മൾ ശതമാനത്തിൻ്റെ 20%. പക്ഷെ ഇപ്പം എല്ലാവരെ കൊണ്ട് ഇപ്പോൾ നടക്കുമോ? സാധാരണക്കാരനാണ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ ഒരു 10-20,000 പെട്ടാണെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് കിട്ടും, എല്ലാവരും അല്ല, അതിന് മേലെ സ്പെൻഡ് ചെയ്യണമല്ലുണ്ടാവില്ലേ കടം ഇതൊക്കെ ആയിട്ട്. പിന്നെ നാളെ കണ്ടില്ലേ മറ്റേ EMI ആണ് നമ്മളെ ആൾക്കാരെ മെയിൻ. അതെ, അതിപ്പോ നമ്മൾ നേരത്തെ പോകുമ്പോൾ സംസാരിച്ചിരിക്കും നമ്മള്, അതായത് നമുക്ക് വാങ്ങാൻ ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും കാക്കത്തോ ഇനി വരില്ല EMI നമ്മളതിനെ പ്രാപ്തരാക്കാണ്. നമുക്ക് ശരിക്ക് അതിനുള്ള അത് വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മള് കെയർ ചെയ്യും എങ്കിൽ ഈ ഒരു ഇതുകൊണ്ടേ. പിന്നെ ആ ഒരു EMI അടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഞെരുക്കം എല്ലാ സാലറിയിലും ഉണ്ടാവില്ലേ. ഇപ്പം ഒരു 10,000-20,000 സാലറി ഒക്കെ ഉള്ള ആള് ഈ 80-90 വിലയുള്ള ഐഫോണൊക്കെ EMI-ലാണ്ട് എടുത്തിട്ട് 2 വർഷം അടവ് ഇങ്ങനെ അടക്കാണ്. അതിന്റെ അടവ് 3,000-4,000 അടുത്തുണ്ടാവും. അപ്പൊ അയാളെ സാലറിന്റെ കാ ഭാഗം അവിടെ പോയി. പിന്നെ ഇജ്ജ് പറഞ്ഞ ഈ റോള് എങ്ങനെ ഫോളോ ചെയ്യാനാ? അതിപ്പോ ഈ സാധാരണ ഒരു സാലറി ഉള്ള ആള് ഇപ്പൊ കുറച്ചുകൂടി സാലറി കൂടുതലുള്ള ആളെ ആലോചിച്ചു. ഇപ്പൊ ഒരു 50-60 കിട്ടണോനെ വണ്ടിയൊക്കെ എടുത്തുണ്ടാവും, വണ്ടിന്റെ അടവ് ഉണ്ടാവും, ഫോണിന്റെ അടവ് ഉണ്ടാവും, അതിന്റെ പുറമെ ബാക്കി ചെലവുകള് കാര്യങ്ങള്. ഇപ്പൊ 20 കിട്ടിയവനൊത്ത് ബാക്കി ഉണ്ടാവില്ല, 10-60 കിട്ടവനും ഓന് ബാക്കി ഉണ്ടാവില്ല എത്തും. അതിനനുസരിച്ചുള്ള വണ്ടിയൊക്കെ ഓനനുസരിച്ച് വണ്ടി ഉണ്ട്, ഫോണ് മറിച്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ കാറാണെങ്കിൽ കാർക്കൊക്കെ എത്ര രൂപ എണ്ണ അടിച്ച് സ്പെൻഡ് ചെയ്യണ നമ്മള്? എടുത്താ കിട്ടിനെ അത് ഞാൻ അരിച്ചാലേ പോണ്. എക്കോമോഡ് മാറ്റണോ? മറ്റേ ഇതില് കാര്യമായിട്ട് എന്തോ ഞാന് എൻ്റെ ഒരു കാൽക്കുലേഷൻ കിട്ടില്ല. വണ്ടി ശീലമില്ലാത്തോണ്ട് ഈ വണ്ടി. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റേ EMI എടുക്കുമ്പോൾ വേറെ കുറേ വിറ്റുകളില്ലേ ഇപ്പം. നമ്മളെ അടിച്ചു തീരുമ്പോഴത്തേനും ഫോണ് കാണാതാവുക ഇതൊക്കെ തീർന്നില്ലേ? അടവേറ്റ തീർന്നിട്ടുണ്ടാവില്ല. കളവ് പോയല്ലേ മിസ്സാകുകയൊക്കെ ചെയ്താല് നമ്മളെ ബാധ്യത അവിടെ എപ്പോഴും ഉണ്ട്. നമ്മളടുത്താൻ അതിനുള്ള സെറ്റ് ഇല്ലാണോ അല്ലേ? നമ്മള് ഫോണിപ്പോ നമ്മള് വാങ്ങി കഴിഞ്ഞല്ലോ, ലോണല്ലേ മറ്റേത്. ഫോണവിടെ കിടക്കാൻ ശരിക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുമ്പോ ഒരു തെഫ്റ്റ് ഇൻഷുറൻസോ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ചെറിയ എമൗണ്ട് കൊടുത്താൽ മതിയാവില്ലേ ഇതിന്? ചിലയിലിങ്ങനെ കാണല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഇതിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, ഇത് ആപ്പിലൊക്കെ എടുക്കുമ്പോ അതിലൊക്കെ കാണാം അല്ലേ ഇൻഷുറൻസ്. ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ, 1 ടൈം അല്ലേ പേയ്മെന്റ്. ഇതിപ്പോ നോക്ക്, ഒരു ഇങ്ങനത്തെ ഇൻഷുറൻസിന്റെ കാര്യം നോക്കുമ്പോഴേ നമുക്കിപ്പം ഈ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്ത് ഇപ്പൊ ബമ്പറാണ് എടുത്തെങ്കിൽ ഒരു സാധാരണ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണെങ്കിൽ അതിന് 10-15 റുപ്യന്റെ അടുത്ത് തരില്ലേ ബമ്പർ ഇൻഷുറൻസ്? പക്ഷെ ഒരു ഇയർ വണ്ടി ഓട്ടിട്ട് ചിലപ്പോ എനിക്ക് എന്റെ അടുത്തുനിന്ന് ഒരു പോറൽ പോലെ ഏൽക്കാഞ്ഞാല് ചില സമയത്ത് വിചാരിക്കില്ല എന്തിനാവോ ഞാൻ ഈ ഇൻഷുറൻസിന്റെ 15,000 റുപ്യ പോയിന്ന്. ചില സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കൂലേ? പക്ഷെ ചില സമയത്ത് ഈ 15,000 റുപ്യ മുടക്കിയതിന് നമുക്ക് ചിലപ്പം 20,000, 30,000, 50,000 റുപ്യന്റെ പണി വന്നാല് ചിലപ്പോ നമ്മളെ അയിമേല് ഒന്നും ഇല്ലാതാണ് കഴിച്ചിലാവൂലേ? ആ റിസ്ക് ആണ് ഇവിടെ നമ്മള് ശരിക്കും എടുക്കുന്നത്. വലിയ ഈ സംഗതിയാണ് നമ്മളിത് കൂടെ ഒഴിവാക്കണത്. അതിപ്പോ ഇന്നാള് ഒരാള് അറിയുന്ന ആള് ബമ്പർ ടോമ്പർ തന്നെ കൊറേ കൊല്ലം, 3 കൊല്ലറ്റെ, 4ാമത്തെ അതൊരു ആളൊന്നും ക്ലെയിം ചെയ്തില്ല, 3 കൊല്ലം ക്ലെയിം ചെയ്തില്ല.
ബമ്പർ നമ്പർ ഇനി ആക്കണ്ട, അത്രയും പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആണ്ട് ഒഴിവാക്കി. ബമ്പർ നമ്പർ ആണ്ട് ഒഴിവാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി എന്തോ ഭയങ്കര ആക്സിഡന്റ് സംഭവിച്ച് 6 ലക്ഷത്തെ പണിയൊന്നും അയാളൊരു അവസ്ഥ. അത് ബമ്പർ നമ്പർ ഉണ്ടെങ്കിൽ ആകെ 1200 ഉറുപ്പ്യാവുക. ഇൻഷുറൻസ് ക്ലെയിം മാത്രല്ലേ. അതാ ഞാൻ പറഞ്ഞേ, ഈ ചെറിയ ലാഭം നോക്കിട്ട് നമ്മള് ഇങ്ങനത്തെ പെടും. ഞാനിപ്പോ എന്റെ വണ്ടി ബമ്പർ നമ്പർ മാറ്റണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കിട്ടണോടത്തോളം വണ്ടി എടുക്കാന്ന് വിചാരിച്ചു. അതെ, ബമ്പർ നമ്പർ കറായാലും കിട്ടൂലല്ലോ, അതിന്റെ ഫുൾ കവറായി മാറും ഇത്. ഫുൾ കവറിൽ തന്നെ കേട്ടോ. എന്റെ ഓൾറെഡി 5-6 കൊല്ലായില്ലേ, ലാസ്റ്റും ബമ്പർ നമ്പർ തന്നെ എടുത്ത്. കിട്ടണോടത്തോളം ചെയ്താലേ ചെറിയ പണിയൊക്കെ ഞാൻ അടുപ്പിക്കലുണ്ട്. ലാസ്റ്റ് കഴിയാൻ നേരത്ത് എന്തേലും തട്ടിയൊക്കെ ഒരട്ടം തട്ടിയാ പിന്നെ ഒരു ധൈര്യ. അതായത് എടുക്കുമ്പോഴൊക്കെ ഈ നമ്മൾ നാളെ പറഞ്ഞില്ലേ, അല്ല നമ്മള് കുറച്ചേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേ, അതില് പെടുത്താവുന്ന ഒരു സംഗതിയാണ് എന്തെന്നോ ഈ ഇൻഷുറൻസ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ശരിക്കും നിർബന്ധമാണ്, നിർബന്ധിത സംഗതിയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്തൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ വരുന്നത്. ഇപ്പൊ ഒരു സാധാരണ അസുഖമാണെങ്കിൽ ചിലപ്പോ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. ഒരു അപ്രതീക്ഷിത വലിയൊരു ഏതെങ്കിലും ഒരു അസുഖമൊക്കെ പിടിപെട്ടാല് എത്ര ഫൈനാൻഷ്യലി സ്ട്രോങ് ആയ ആളും തളർന്നൂലേ. നമ്മളെ സേവിങ്സും എല്ലാം ഒറ്റടിക്കാണ് നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇപ്പൊ നാളെ നമ്മളെ ഞാൻ അറിയുന്ന 2 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാല് അങ്ങനല്ല, നോർമലി വരികയാണെങ്കിൽ വലിയൊരു സീനുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് നമ്മൾ എടുക്കേണ്ടി വരും, കുറച്ച് ഇതൊക്കെ എടുക്കേണ്ടി വരും, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് മാറിപ്പോലെ. ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് കുറച്ച് ഡേഞ്ചറായി. എന്നിട്ട് ഒരാള് ഈ പിന്നെ മിംസിലും ഒരാള് ബേബിയിലും അഡ്മിറ്റ് ആയിട്ട് അവിടുത്തെ ബില്ല് വന്നത് ഒരാൾക്ക് 12 ലക്ഷം റുപ്യക്ക്, വേറെ ആളത് 8-9. ഒരു സാധാരണക്കാർ അതിലിപ്പോ ഒരാളെ ഫാദർ ഗൾഫിലാന്ന്. ഗൾഫിലാന്നൊക്കെ പറയുമ്പോ നമ്മള് വിചാരിച്ചു കൊറേ പൈസ ഉണ്ട്, അയാള് വരെ ബുദ്ധിമുട്ടിന് അത്രയും പൈസ കണ്ടെത്താന്. അപ്പൊ നാട്ടിലുള്ള നമ്മളെ സാധാരണ പോലെ ഒരു ജോലിക്ക് പോകേണ്ട ഒരാൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ അയാള് വലിയൊരു എമൗണ്ട് കടമെടുക്കേണ്ടി വരില്ലേ. ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കില്, ഹെൽത്ത് ഇൻഷുറൻസ് അതിനകത്ര പൈസ ഒന്നും വരില്ല ഹെൽത്ത് ഇൻഷുറൻസിന്. തിരിക്കാണോ 2 ഇൻഡിക്കേറ്റർ, ഈ പാർക്കിംഗ് ഇൻഡിക്കേറ്റർ. ചെറിയ പ്രായത്തിലേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള മെച്ചം എന്താണോ, നമുക്കിപ്പോ കാര്യമായിട്ട് അസുഖമൊന്നും ഇല്ലെങ്കിൽ അതിന്റെ ആ പ്രീമിയം കൺവേർട്ടായി വലിയൊരു എമൗണ്ട് ആയി മാറും. നമ്മൾ അടുത്തോളം കാലം നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ബോണസ് അതിങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോവും. നല്ലല്ലേ. അപ്പൊ ചെറിയൊരു എമൗണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ഈ നമ്മള് ഈ മാറ്റി വെക്കല് ഇതൊക്കെ ഉൾപ്പെടുത്തണം. പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴേ ശരിക്കും നിർബന്ധിതമായിട്ടുള്ള സംഖ്യയായിട്ട് മാറ്റണം. അല്ലാതെ നമ്മൾ ആ 20-ലൊന്നും പെടുത്തരുത്, ആ 50-ല് പെടുത്തണം. അത് 50-ക്ക് തന്നെ പെടുത്തേണ്ടതാണ് സംഭവം. കാരണം ഒരു സാധാരണ ഇപ്പം വയസ്സായവർക്കൊക്കെ 60 വയസ്സ് കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയോ പ്രശ്നം ഇതുണ്ട്. അതായത് 60-ന്റെ അനുസരിച്ചാണ് ഇതിന്റെ പ്രീമിയം. അങ്ങനെ പക്ഷെ വേറെ ഒന്നുണ്ട്, 59-ാം വയസ്സിൽ പ്രീമിയം എടുത്താലും പിന്നെ നമ്മൾ റിന്യൂ ചെയ്താൽ മതി. പിന്നെ ഒരു ചൊറയില്ല, എങ്ങനെ റിന്യൂ ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് അതായത് 60-ന്റെ ശേഷം എടുത്താല് ക്ലെയിം 100 കിട്ടൂല തോന്നുന്നുണ്ട്. പിന്നെ ഹ്യൂജ് പ്രീമിയം കൊടുക്കണം, എന്തൊക്കെയോ ഇതുണ്ട്, പിടുത്തങ്ങളുണ്ട്. അങ്ങനെ ഓല അതിനായിട്ട് എടുക്കുകയാണല്ലോ, വേറെ കാര്യം. നമ്മളെ നാട്ടിലത്തെ ഒരു പ്രത്യേകതയാണ് ഇൻഷുറൻസ് ഇങ്ങോട്ട് ക്ലെയിം കൊടുക്കാതൊക്കെ എങ്ങനെ പറ്റുക അത്രയും നോക്കൂല. പിന്നെ ചിലതിലൊക്കെ ഉണ്ടാവും ഒറ്റ ചികിത്സയിൽ 2 ലക്ഷം കിട്ടുള്ളൂ എന്നൊക്കെ. നമ്മള് 10 ലക്ഷമൊക്കെ കവർ ചെയ്യുമ്പോ നമ്മളെ വിചാരം എന്താ 10 കിട്ടുന്നേ കാര്യം. പക്ഷെ പിന്നേക്കാർ അറിയണേ ബാക്കി അടക്കണം എന്ന്. 5 ലക്ഷമൊക്കെ ആയി, 2 ലക്ഷം കിട്ടുള്ളെങ്കിൽ പെട്ടെന്ന് 3 ലക്ഷം ഉണ്ടാക്കാനും കഴിയില്ലല്ലോ. നമ്മളിത് പ്രതീക്ഷിക്കാരോ. ഏത് മൂലയൊക്കെ നോക്കണ ഇന്നത്തെ
റൈഡ് ഇതിനകത്ത് ഉണ്ടാവില്ലല്ലോ ഇതിൽ. ഇല്ല, നല്ലൊരു ഒരു ഹലോ ആ പറയ്. വലിയ പോയോ? എല്ലാരും പോയോ? ഞാൻ ഇവിടെ എത്തിയാണ്. ഗേറ്റ് അടിച്ചിനോ? ആയിക്കോട്ടെ. ഇല്ല ഓക്കെ. ഈ വൈപ്പ് പോയിരുന്നോ? ചായ കുടിച്ചോ? ഇല്ല. പിന്നെ ഏതായാലും പൈസൻ്റെ കുറച്ചും കൂടെ ഒക്കെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ നല്ല ഇപ്പം ചെയ്യണ പോലെ ആയാലും അത് ഒന്നും കൂടെ ഒക്കെ വിലയിരുത്തി ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും നമ്മളാരും പഠിപ്പിച്ചൊന്നുമില്ലല്ലോ. അതാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ബാലൻസിങ്. അതിന് അങ്ങനെയൊക്കെ ചെയ്യണ പോലെ മറ്റേതായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ പിശുക്കന്മാർ മാക്സിമം എൻജോയ് ചെയ്യാന്നൊക്കെയുള്ള. പക്ഷെ ഒരു മനസമാധാനം ഉണ്ടാവില്ലേ മറ്റേത് കറക്റ്റ് ഒരു ഫോളോ ചെയ്താലേ ഒരു ഡിസിപ്ലിനാണ് സംഭവം. നമ്മളെ നാട്ടിലില്ലാത്തൊരു സംഭവമാണ് ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ.